ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മൂന്നാർ സീരീസ് പാർട്ട് 2. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹണി ഫാക്ടറിയിലും സ്ട്രോബെറി തോട്ടത്തിലും പോയതല്ലേ. ഇനി അവിടെ മുതലുള്ളത് നമുക്ക് നോക്കിയാലോ. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങി ഫുഡും കഴിച്ച് നേരെ പോണത് ലക്കം വാട്ടർഫോൾസിലേക്കാട്ടോ. അതിനിടയ്ക്ക് നല്ല സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ അവിടെയും നിർത്തും. വിചാരിച്ച പോലെ ഒന്നല്ല, കുറച്ച് അങ്ങോട്ട് കയറാനുണ്ടെയും. എന്നാലും വേണ്ടില്ല, വന്ന കാര്യം സാധിക്കില്ലല്ലേ നമ്മളിത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇനി നമ്മളെക്കാളും കൂടുതൽ എല്ലാം കൊണ്ടും എൻജോയ് ചെയ്തത് ഷെൻസാണ്. അതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, വെള്ളം കണ്ടാൽ അവൾ ആദ്യം അങ്ങനെയാണ്. ഞങ്ങൾ പോയ സ്ഥലത്ത് ആകെ കുറച്ച് ആളൊഴിവുള്ളത് ഇവിടെയായിരുന്നു. എന്തോ ഏതോ കുട്ടികളൊന്നും ഇങ്ങോട്ട് എത്തിയില്ല തോന്നുന്നത്. അവിടെ എത്തിയപ്പോൾ അതാ ഒരു കപ്പിൾസ് ഫോട്ടോ എടുക്കാൻ അറിയാൻ ചെയ്യാത്തതിൻ്റെ വ്യാപനോട് ഒരു ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞു. എന്തായോ എന്തോ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരാൾ വെള്ളത്തിൽ നിന്ന് കയറണില്ല, ഇറക്കി കൊടുങ്ങി നിൽക്കാക്കിയും. വെള്ളച്ചാട്ടം ഏതായാലും അടിപൊളിയും. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴുള്ള ഒരാളെ ആക്ഷൻ ഞങ്ങൾ കണ്ടേ. വേണ്ടാന്ന് അവൾ പറയുന്നത്. വെള്ളത്തിന് നല്ല തണുപ്പാണെങ്കിലും ഓക്കത്തൊന്നും ഒരു വിഷയമല്ലേനു. ഏതായാലും പറഞ്ഞു പോകാനൊക്കെ ആയി ടാറ്റൊക്കെ കൊടുത്തോള്. വീണ്ടും അവൾ അതിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പോവാണ് കേട്ടോ. ആളേകദേശം നടന്നു പഠിക്കുന്ന പ്രായമാണ്. അപ്പൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ട് നടന്നു വരുന്നുണ്ടോള്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് മറയൂരിലേക്കാട്ടോ. വേറെ ഒന്നുമല്ല, ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. കാരണം സമയം ഭയങ്കരമായിട്ട് കുറവേനു. ഒന്നാമത് നമുക്ക് തിരിച്ചു വരാനുള്ളത് കേരള തമിഴ്നാട് ഫോറസ്റ്റാണ്. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് മിസ്സായിരുന്നു കേട്ടോ. എന്നാലും അധിക സ്ഥലവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല, കാരണം കുറച്ച് മുന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും പറഞ്ഞ് നമ്മൾ ശർക്കര ഫാക്ടറിയിൽ എത്തിയിട്ടോ. അവരവിടുന്ന് ചെയ്യുന്ന ഓരോ പ്രോസസ്സ് നോക്കി നിൽക്കലിന് പിന്നെ നമ്മളെ പണി. കരിമ്പ് വെട്ടുന്നതും അത് ജ്യൂസാക്കുന്നതും ജ്യൂസ് പിന്നെ കുറുക്കിയെടുക്കുന്നതും അത് ഇവർ കൈ വെച്ച് നുരട്ടി ഉണ്ടാക്കുന്നതും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടേസ്റ്റൊക്കെ ചെയ്യാൻ തന്ന് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ശർക്കര വാങ്ങി നേരെ പോയത് ആപ്പിൾ തോട്ടത്തിലേക്കാട്ടോ. പക്ഷെ അവിടെ എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ സാധിച്ചില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വേഗം അവിടുന്ന് ഇറങ്ങിയിട്ടോ. ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റിലൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് വലിയ ജീവികളൊന്നും കാണരുതെന്നും ഇക്കാക്ക് വന്യജീവികളെ കാണണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ടാണ് പേടി. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ധൈര്യത്തിൽ ഇരിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ഫോറസ്റ്റ് കഴിയുന്നവരെ ഒരു ചെറിയ ജീവനെ പോലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇതോടെ നമ്മുടെ മൂന്നാർ സീരീസ് ഇവിടെ കഴിയാണ്. അപ്പോൾ നമ്മളെ ജേർണിയിൽ നിങ്ങളൊരു ഭാഗമായതിന് ഒരുപാട് നന്ദി. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.